സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്തെ പ്രമുഖരായ സ്ഥാനാർത്ഥികളിൽ പലരും ഇന്നും നാളെയുമായി പത്രികാ സമർപ്പണം പൂർത്തിയാക്കും. സംസ്ഥാനത്ത് 2 ദിവസം കൂടിയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസരമുള്ളത്. നാളെ വൈകുന്നേരത്തോടെ പത്രികാ സമർപ്പണം പൂർത്തിയാകും. മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പല പ്രമുഖരും ഇന്നും നാളെയുമായി പത്രിക സമർപ്പിക്കും. സംസ്ഥാനത്ത് ഇന്നലെ വരെ 56 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാളെ പത്രികാ സമർപ്പണം പൂർത്തിയായാൽ മറ്റന്നാൾ സൂക്ഷ്മ പരിശോധന. 8-ാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. ശേഷം സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം അന്തിമമാകും. വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്തെത്തും. പ്രവർത്തകരുടെ അകമ്പടിയിൽ വൺ റോഡ് ഷോയോടുകൂടി ഇന്നുച്ചയ്ക്ക് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ന് മടങ്ങുന്ന രാഹുൽ വയനാട് ഉൾപ്പെടെ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണത്തിനായി ഇനിയുമെത്തും. സോണിയയും പ്രിയങ്കയും കൂടി കളത്തിലിറങ്ങുന്നതോടെ UDF ക്യാമ്പിൽ വീര്യം തിളയ്ക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെ വീണ്ടും രംഗത്തിറക്കി ആവേശം കൊടുമുടി കയറ്റാനാണ് BJP നീക്കം. കോൺഗ്രസും BJPയും കേന്ദ്ര നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതു ക്യാമ്പിന്റെ തുറുപ്പുചീട്ട്. അവകാശവാദങ്ങളും വാദപ്രതിവാദങ്ങളുമായി നേതാക്കൾ ഫീൽഡിൽ അണിനിരക്കുമ്പോൾ പ്രചരണം കൂടുതൽ കളറാകുമെന്ന് ചുരുക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.